കേരള നിയമസഭാ ഇലക്ഷൻ 2026 പശ്ചാത്തലത്തിൽ ന്യൂ ടി വി സംഘടിപ്പിക്കുന്ന ഇലക്ഷൻ സംഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശസ്ത മാധ്യമ പ്രവർത്തകനും അംബേദ്കറൈറ്റ് ചിന്തകനും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ശ്രീ കെ സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തെ ഈ സംഭവത്തിലേക്ക് സർ, ഇപ്പോൾ ഈ ആസന്നമായ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കളുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഒരു 7411 കോടി രൂപ SC/ST വികസന ഫണ്ട് ഇനത്തിൽ കഴിഞ്ഞ 9 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ലാപ്സായി പോയെന്ന റിപ്പോർട്ട് വരികയുണ്ടായി. ഈ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്നും വ്യാജമാണെന്നും ഒക്കെയുള്ള ഒരു ആരോപണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും വരികയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ പ്രതികരണം അറിയാൻ ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇത്തരം ഫണ്ടുകൾ, SC/ST വികസന ഫണ്ടുകൾ ലാപ്സാകുന്നതിനും വകമാറ്റി ചെലവഴിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായ വിനിയോഗം ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് സമഗ്രമായൊരു നിയമനിർമ്മാണം നടത്തണമെന്നുള്ളൊരു ആവശ്യവും വിവിധ SC/ST സംഘടനകളിൽ നിന്നും നേതാക്കളിൽ നിന്നും ആക്ടിവിസ്റ്റുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് തടയാനായിട്ട് പറ്റുമോ ഇത്തരം ഫണ്ട് ദുർവിനിയോഗവും അതുപോലെ തന്നെ വകമാറ്റി ചെലവഴിക്കലും, അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായ ഫണ്ട് വിനിയോഗം ഉറപ്പുവരുത്താനായിട്ട് അത്തരം ഒരു നിയമനിർമ്മാണത്തിന് കഴിയുമോ? ഓക്കെ, ആദ്യമേ നീൽ ടി വിക്ക് എൻ്റെ ഒരു അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒന്ന്, ഈ പറഞ്ഞ റിപ്പോർട്ട് ഞാൻ എഴുതുന്ന ഘട്ടത്തിൽ ഞാൻ ഏതാണ്ടൊരു കഴിഞ്ഞൊരു വർഷമായിട്ട് ഈ കേരളത്തിലെ ഫണ്ട് ലാപ്സാകുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയും അതിൻ്റെ വിവിധ കണക്കുകൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഈ 741 കോടി രൂപ ലാപ്സായി എന്നുള്ള റിപ്പോർട്ട് ഞാൻ എഴുതിയതിന് ശേഷം ഒഫീഷ്യലി അതിൻ്റെ സ്റ്റാറ്റിക്സ് വെച്ചുകൊണ്ട് ഒരാളും ആ കണക്ക് തെറ്റാണെന്ന് കണ്ടിച്ചിട്ടില്ല. ആകെ കൂടി നമുക്കത് ആളുകൾ വന്നിട്ട് അതിനകത്തൊരു ആക്ഷേപം പറയുന്ന പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ അതിന് അടിയിൽ വന്നിട്ട് ഈ പറയുന്ന ഈ ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യമുള്ള അതിൻ്റെ പ്രവർത്തകർ വന്ന് തെറി പറയുന്നതല്ലാതെ വസ്തുനിഷ്ഠമായിട്ട് ഒരാൾ പോലും ആ പറയുന്ന കണക്ക് തെറ്റാണെന്നോ അത് വസ്തുതാവിരുദ്ധതയാണെന്നോ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽസ്, ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണല്ലോ, അവർക്ക് വേണമെങ്കിൽ എനിക്കെതിരെ തെറ്റായ വസ്തുതകൾ നിരത്തി സർക്കാരിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് എനിക്കെതിരെ കേസെടുക്കാമല്ലോ. അങ്ങനെയുള്ള ഒരു നടപടി അവരെടുത്തിട്ടില്ല. മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള അവരതിനെ നിഷേധിച്ചിട്ടുമില്ല. ഇതിൻ്റെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആരും തന്നെ അത് നിഷേധിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കണക്ക് തെറ്റാണെന്ന് ഇവർ പറഞ്ഞാൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന എക്കണോമിക് റിവ്യൂവും, ഗവൺമെൻറ് എല്ലാ വർഷവും ഇറക്കുന്നതാണ് എക്കണോമിക് റിവ്യൂ. അതേപോലെ തന്നെ ബഡ്ജറ്റിനൊപ്പം ഇവർ ഇറക്കുന്ന ഒരു കാര്യമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ബഡ്ജറ്റ് പെർഫോമൻസ് റിപ്പോർട്ട്. ഈ 2 റിപ്പോർട്ടിലെയും കണക്കുകൾ തെറ്റാണെന്ന് ഇവർ പറയണം. കാര്യം ഞാൻ ആ കണക്കുകൾ എടുത്തിരിക്കുന്നത് ഈ 2 റിപ്പോർട്ടുകളിൽ നിന്നാണ്. ഞാൻ പരിശോധിച്ചിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ CAGയുടെ റിപ്പോർട്ടാണ്. ഈ 3 റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് ആ കണക്കുകൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. 2016 മുതലുള്ള ബഡ്ജറ്റ് എക്കണോമിക് റിവ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് വകയിരുത്തുന്ന ഫണ്ടിൻ്റെ ഏതാണ്ട് ഒരു 30% 25-30% ലാപ്സ് ആവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പോൾ CAGയുടെ 2023 റിപ്പോർട്ടിലെ കണക്കാണ് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം. ആ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വിനിയോഗിക്കപ്പെടുന്ന, അതായത് ടോട്ടൽ ബഡ്ജറ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ ഏതാണ്ട് 25% ഫണ്ട് ലാപ്സായി പോകുന്നു. വിനിയോഗിക്കപ്പെടുന്ന ഫണ്ടിൻ്റെ ഏതാണ്ട് ഒരു 10-15% വകമാറ്റി ചെലവഴിക്കുക എന്ന് പറയുന്നത് CAG ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ CAGയുടെ റിപ്പോർട്ടാണ്. CAGയുടെ റിപ്പോർട്ടിനകത്താണ് പറയുന്നത്, 2023 റിപ്പോർട്ടാണ് പറയുന്നത് 10-15% ഇത് വകമാറ്റിയാണ് ചെലവഴിക്കുന്നത് പറയുന്നത്. ഇത് ഞാൻ സന്തോഷ് കുമാർ പറഞ്ഞല്ലോ ഈ കണക്ക്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ പറയുന്ന ലാപ്സ് ആകുന്ന 25%വും ഈ വകമാറ്റി ചെലവഴിക്കുന്ന 15% കൂടി കണക്കാക്കിയാൽ ഏതാണ്ട് ഒരു 40% ഫണ്ട് എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ
അവരുടെ സാമൂഹ്യ സാമ്പത്തിക വിനിയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞ കഴിഞ്ഞ 10 വർഷം മാത്രമല്ല, കേരളത്തിൻ്റെ കഴിഞ്ഞ 19 വർഷത്തെ ഒരു ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കിയിരുന്നിരുന്നാലും നമുക്ക് ഫണ്ട് ലാപ്സ് ആവുന്നതിൻ്റെ വലിയൊരു ഹിസ്റ്ററി കാണാൻ പറ്റും. ഇപ്പോൾ 2016 പിണറായി വിജയൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള ആ ഓരോ കണക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 70-75% ഫണ്ടേ അവർ വിനിയോഗിക്കപ്പെടുന്നുള്ളൂ. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി എക്കണോമിക് റിവ്യൂവിനകത്ത് ഈ കണക്ക് കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് പെർഫോമൻസിനകത്തും ഈ കണക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവെ നമ്മളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമസഭയ്ക്കകത്ത് ധനമന്ത്രി നടത്തുന്ന പ്രസംഗമാണ് ബഡ്ജറ്റ് എന്നാണ് പൊതുവെ നമ്മൾ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് കേരളത്തിലെ സർക്കാരുകൾ നടത്തുന്ന ഒരു വലിയ തട്ടിപ്പുണ്ട്. അതായത് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായതിനേക്കാൾ കൂടുതൽ ഫണ്ട് ഞങ്ങൾ വകയിരുത്തുന്നു എന്നാണ് ഇവരെപ്പോഴും പറയുക. നമ്മളത് കണക്ക് പ്രകാരം നോക്കുമ്പോൾ ശരിയാണ്. കാര്യം കേരളത്തിലെ സെൻസസ് പ്രകാരം 9.1 ആണ് SC കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ST എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ ഇവർ വിനിയോഗിക്കുന്ന വകയിരുത്തുന്ന ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 9.8% ഒക്കെ വരുന്ന, അല്ലെങ്കിൽ ഒരു 10% താഴെ വരുന്നൊരു എമൗണ്ട് ഇവർ വകയിരുത്താറുള്ളൂ. ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് നടപ്പെന്ന് പറഞ്ഞാൽ, ഈ ബഡ്ജറ്റ് നമ്മൾ നിയമസഭയ്ക്കകത്ത് മന്ത്രിമാർ പറയുന്ന വകയിരുത്തുന്നെന്ന് പറയുന്ന അതല്ല യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പറയും, ഞങ്ങൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അല്ലെ വിദേശത്ത് പോകാൻ വേണ്ടി, അല്ലെ സ്വയം സംരംഭങ്ങൾക്കായിട്ട് 50 കോടി രൂപ വകയിരുത്തുന്നു എന്ന് പറയും. ഇവർ വകയിരുത്തുന്നു പറയുകയും ഇത് ബഡ്ജറ്റിനകത്ത് ഇവർ പ്രസംഗമായിട്ട് വരുമ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ കൊള്ളാം, നല്ല പരിപാടിയാണല്ലോ എന്ന് കേൾക്കും. പക്ഷെ പിന്നീട് ഇത് നിയമസഭയ്ക്കകത്ത് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഇത് റിവൈസ് ചെയ്യും. ഈ ബഡ്ജറ്റ് റിവേഴ്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയും, കഴിഞ്ഞ വർഷം 30 കോടി രൂപയെ നമ്മൾ വകയിരുത്തിയിരുന്നുള്ളൂ, അതിൽ 25 കോടി രൂപയെ ചിലവാക്കിയുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാ ഈ വർഷം 50 കോടി രൂപ വകയിരുത്തിയെന്ന് ഇവർ ചോദിക്കും. അങ്ങനെ ഈ 50 കോടി രൂപ റിവൈസ്ഡ് ബഡ്ജറ്റായിട്ട് എത്രയായിട്ട് വരും? 30 കോടി രൂപയായിട്ട് മാറും. ഈ 30 കോടി രൂപ റിവൈസ്ഡ് ബഡ്ജറ്റ് ആകുന്നത് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വരുന്ന സമയത്ത് അത് ഏതാണ്ട് ഒരു 25 കോടി രൂപയായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ നിയമസഭയിലും ധനമന്ത്രി 50 കോടി രൂപ വകയിരുത്തുന്നെന്ന് പറയുന്ന കാര്യം ഇതിൻ്റെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വരുമ്പം അതിൻ്റെ പകുതിയായിട്ട് മാറും. നമ്മൾ കേരളത്തിൻ്റെ വലിയ വികസന പദ്ധതി, പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസന പദ്ധതി എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന പല പദ്ധതികൾ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ റിപ്പോർട്ടിൽ തന്നെ എഴുതിയിരിക്കുന്നത്, ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയായിട്ട് അവർ അവതരിപ്പിക്കുന്നത് ലൈഫ് പദ്ധതിയാണ്. ലൈഫ് പദ്ധതിയിൽ എത്രയാണ് കഴിഞ്ഞ വർഷം 2024-25 SC/STക്കായിട്ട് മാറ്റിവെച്ച് 300 കോടി രൂപയാണ്. ഈ 300 കോടി രൂപയിൽ എത്ര കോടിയാണ് അനുവദിക്കുന്നത്? 120 കോടി രൂപയെ അനുവദിച്ചിട്ടുള്ളൂ. 180 കോടി രൂപ വെട്ടിക്കുറച്ചു. എന്ന് പറഞ്ഞാൽ 60% ഫണ്ട് എന്ത് ചെയ്തു? വെട്ടിക്കുറച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വാത്സല്യ നിധിയുടെ 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. 1 രൂപ പോലും ആ സ്കീമിനകത്ത് ചെലവഴിച്ചിട്ടില്ല. സംരംഭങ്ങൾക്കായും സ്വയം സംരംഭങ്ങൾക്കായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ കോടികൾ അതിൻ്റെ അകത്ത് വകയിരുത്തിക്കുന്നത് കാണാം. പക്ഷേ വിനിയോഗത്തിൽ വരുന്ന സമയത്ത് അത് ഏതാണ്ട് ഒരു 50-60% മാറുന്നതായിട്ട് കാണാം. നമ്മളത് ഇപ്പം SC/ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലോ അല്ലെങ്കിൽ വ്യവസായ വകുപ്പിൽ പോയിട്ട് ഇത് അന്വേഷിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ വകയിരുത്തുന്ന ഫണ്ട് ചെലവഴിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർ എന്ത് പറയും? ഇത് പദ്ധതികളില്ലാത്തതുകൊണ്ടാണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇത് പദ്ധതി ഇല്ലാത്തതുകൊണ്ടല്ല. SC/ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ 100 കണക്കിന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളുടെ സ്വയം സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള, വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള, കച്ചവടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകളാണ് വരുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്യും? ആ പ്രൊജക്റ്റുകളെല്ലാം ഡിലേ ചെയ്യും. വരുന്ന 100 പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10% പ്രൊജക്റ്റ്, 10-15% പ്രൊജക്റ്റാണ് എന്ത് ചെയ്യുന്നത്? അനുവദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ വിനിയോഗിക്കപ്പെടുന്ന, അതായത് ബഡ്ജറ്റ് ചെയ്യുന്ന ഫണ്ട് എന്ത് ചെയ്യില്ല? പ്രോപ്പറായിട്ട് വിനിയോഗിക്കപ്പെടില്ല. ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പദ്ധതി ഇല്ലാത്തത് കൊണ്ട് ആ ഫണ്ട് ഞങ്ങൾ വിനിയോഗിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുക. ഇനി നമുക്കറിയാം, ഈ 74 SIP TSP ഫണ്ട് വരുന്നു. 1974 ട്രൈബൽ സപ്ലാൻ ഫണ്ട് വരുന്നു, TSP വരുന്നു. 79 ഷെഡ്യൂൾഡ് കാസ്റ്റ് സപ്ലാൻ ഫണ്ട് വരുന്നത്. അതിനുശേഷം
നമ്മൾ 94 ആയപ്പോഴത്തേന് പഞ്ചായത്ത് രാജ് ആക്ട് വരുന്നതോടുകൂടി സംഭവിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അലോട്ട് ചെയ്യുന്ന ഫണ്ടിൻ്റെ രണ്ടായിട്ടത് വിനിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്ന്, ഏതാണ്ട് ഒരു 55% ടോട്ടൽ നമുക്ക് ഈ പറയുന്ന ബഡ്ജറ്റ് ചെയ്യുന്ന തുകയുടെ ഏതാണ്ട് 55% എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് പോവുകയും ബാക്കി 40% ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താ ചെയ്യുന്നത്? അവരൊരിക്കലും, പഞ്ചായത്ത് ഒരിക്കലും ഈ ആദിവാസി ദളിത് കമ്മ്യൂണിറ്റിയുമായിട്ട് പ്രോപ്പറായി ഗ്രാമസഭ കൂടി അവരുടെ ആവശ്യത്തിന്, അവരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉതകുന്ന പദ്ധതികളല്ല ഇവർ ആവിഷ്കരിക്കുന്നത്. ഇവർ അവർക്ക് താല്പര്യമുള്ള ചില പദ്ധതികൾ ഉണ്ടാക്കുകയും അത് പിന്നെ ആ പദ്ധതി, ഈ വരുന്ന ഫണ്ട് അതിനായിട്ട് മാറ്റുകയും പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക, ഒരു ബ്യൂറോക്രാറ്റിക് ലെവലിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഘട്ടത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പഞ്ചായത്ത് തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വലിയ രീതിയിൽ ഈ ഫണ്ട് പ്രോപ്പറായി വിനിയോഗിക്കാൻ പറ്റാതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് അവസാനത്തെ ഈ ഒരു മാർച്ച്, നമുക്കറിയാം മാർച്ച് സമയത്താണ് ഇവന്മാർ ഓടിപ്പിടിച്ചിട്ട് ഈ ബില്ലിന് വേണ്ടി ഓട്ടം വരുന്നത്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, പല പദ്ധതികളും നടപ്പിലാകില്ല. ഈ പറയുന്ന അനുവദിക്കപ്പെട്ടുന്ന ഫണ്ട് വലിയ രീതിയിൽ ലാപ്സായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനീ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിനിയോഗിക്കും നമുക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി അലോട്ട് ചെയ്യുന്ന ഫണ്ട് പ്രോപ്പറായി ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടണമെങ്കിൽ നമുക്ക് വലിയൊരു മോണിറ്ററിങ് സംവിധാനം വേണം. ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരും ഒരു ബ്യൂറോക്രാറ്റിക് ലെവലുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫണ്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ വർഷം, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബഡ്ജറ്റ് ടോട്ടൽ നമ്മുടെ റവന്യൂ വരവ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1,96,000 കോടിയോളം വരും. ചെലവ് ഏതാണ്ട് ഒരു 2.25 ലക്ഷത്തോളം കോടി രൂപ ചെലവും വരും. ഈ നമുക്ക് റവന്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1,54,000 കോടി രൂപയാണ് നമ്മുടെ നികുതി ഇനത്തിൽ വരുന്ന റവന്യൂ എന്ന് പറയുന്നത്. ബാക്കി 10,45,000 കോടി രൂപ എന്ന് പറയുന്നത് ഏതാണ്ട് ഈ പറഞ്ഞ കടമെടുപ്പും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് വരുന്നത്. ഈ മൊത്തം വരുന്ന ഫണ്ടിന്റെ പൈസ നമുക്ക് കിട്ടുന്നില്ല. മറിച്ച് തനത് നികുതി, അതായത് പദ്ധതി വിഹിതം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏതാണ്ട് ഒരു 30,000 കോടി രൂപയ്ക്കകത്ത് മാത്രമേ വരുന്നുള്ളൂ. ഈ വരുന്ന 30,000 കോടി രൂപയ്ക്കിടെ 10% മാത്രമാണ് നമുക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് പിന്നെ വകയിരുത്തുന്നത്. ആ വകയിരുത്തുന്ന ഫണ്ട് കൂടിയാണ് ഇങ്ങനെ ലാപ്സായി പോകുന്നതും വക മാറ്റി ചെലവഴിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നോക്കൂ, ഇവിടെ ഈ എത്രയോ മീഡിയ റിപ്പോർട്ട്, ഇപ്പൊ CAGയുടെ റിപ്പോർട്ടിനകത്തല്ലേ പുറത്തു വന്നത്, നമ്മൾ SC/ST കുട്ടികൾ ഈ ഗ്രാൻഡിനായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് SC/ST കുട്ടികൾ അവരുടെ ഫെലോഷിപ്പിനായിട്ട് വേണ്ടി ഈ തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് കിട്ടുന്നില്ല, ഗവേഷണം ചെയ്യുന്ന കുട്ടികൾക്ക് ഫെലോഷിപ്പ് കിട്ടുന്നില്ല. കാലടിയിൽ പഠിക്കുന്ന ഒരു ഗവേഷക വിദ്യാർത്ഥി പൊറോട്ട അടിക്കാൻ പോകുന്നു. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഗവേഷകർ ട്യൂഷൻ ക്ലാസ് എടുത്തിട്ടും കൂലിപ്പണിക്ക് പോയിട്ടുമാണ് അവരുടെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുവന്നത്. കാര്യം അവർക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഈ പറയുന്ന ഫണ്ട് പോലും, അവരുടെ ഗ്രാൻഡ് പോലും പ്രോപ്പറായിട്ട് വിനിയോഗിക്കുന്നില്ല, അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ നമുക്ക് ഏറ്റവും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ ഫണ്ട് എന്ന് പറയാൻ പ്ലാൻ ഫണ്ടാണ്. ഒരു തരത്തിൽ വകമാറ്റാൻ പറ്റാത്ത ഫണ്ടാണ്. ആ ഫണ്ട് പോലും പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. 2 വർഷം 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. 2 വർഷമായിട്ട് പഠിച്ചു കഴിഞ്ഞ് 2 വർഷമായിട്ട് ഈ ഗ്രാൻഡ് കിട്ടാത്ത കുട്ടികളുണ്ട്. ഈ സ്ഥിതിവിശേഷം നിൽക്കുമ്പോഴാണ് CAGയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. കുട്ടികൾക്ക് ഈ ഗ്രാൻഡിനായിട്ട് കൊടുത്തിരുന്ന ഫണ്ടാണ് വകുപ്പ് വകമാറ്റിയിട്ട് വണ്ടി മേടിച്ചെന്നും അവരുടെ സാലറിയുടെ കുടിശ്ശിക കൊടുത്തെന്നും പറഞ്ഞ് റിപ്പോർട്ട് പറഞ്ഞത് CAGയാണ്. CAGയുടെ റിപ്പോർട്ടിനകത്തുള്ളതാ. ഇത്തരത്തിൽ 100 കണക്കിനായിട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഉണ്ട്. ഇതുണ്ടായിരിക്കെ ഈ കണക്കുകൾ മുഴുവൻ നമ്മുടെ പബ്ലിക് ഡൊമൈനകത്തുണ്ട്. പിന്നെ ഇവർക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് വസ്തുതാവിരുദ്ധതയാണെന്ന്, ഇത് കള്ളക്കണക്കാണെന്ന് പറയുന്നത്? കള്ളക്കണക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സർക്കാർ പുറത്തുവിട്ട കണക്ക് കള്ളക്കണക്കാണ്. സർക്കാർ എക്കണോമിക് റിവ്യൂവിലെയും സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലൂടെയും ബഡ്ജറ്റ് പെർഫോമൻസ് റിപ്പോർട്ടിലൂടെയും പുറത്തുവിട്ട കണക്കുകൾ തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കണക്കുകൾ തെറ്റാണ്.